ഹായ് നമസ്കാരം. അപ്പോൾ അലിൻ ജോസ് പെരേരയാണ് സോഷ്യൽ മീഡിയ റിവ്യൂ താരം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു മലയാള ചിത്രം കണ്ടിരുന്നു. റിവ്യൂ ലേറ്റ് ആയി പോയി. നുണക്കുഴി എന്നാണ് സിനിമയുടെ പേര്. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ 12th മാൻ, ദൃശ്യം 2 എന്ന സിനിമകൾക്ക് ശേഷം നമ്മുടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഒരു നുണകളുടെ ഒരു കോമഡി സിനിമ തന്നെയാണ്. ഗ്രേസ് ആന്റണിയും നമ്മുടെ ബേസിൽ ജോസഫും തകർത്താടിയെന്ന് തന്നെ പറയാം. ബേസിൽ ജോസഫ് ആറാടി അഭിനയിച്ചു. ഗംഭീര പെർഫോമൻസ് ആണ്. ഫുൾ ടൈം കോമഡി എന്റർടൈൻമെന്റ് ആണ്. സിദ്ദിഖിക്ക് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മനോജ് കെ ജയൻ, ബിനു പപ്പു, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അജു വർഗീസ്, അങ്ങനെ ധാരാളം നീണ്ട ഒരു അഭിനേതാക്കളുടെ സിനിമയാണ്. സൈജു കുറുപ്പ് ഒരു രക്ഷയില്ല. പിന്നെ സ്വസിക, അങ്ങനെ ഒരുപാട് താരങ്ങളുടെ മികവുറ്റ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് നുണക്കുഴി സിനിമയ്ക്ക് വർക്കൗട്ടായി പോകുന്നത്. കാരണം ചിരിച്ചിരിച്ച് മുന്നൂത്താന്ന് തന്നെ പറയാം. ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് സിനിമയാണ്. ഒരു കോമഡി നൈറ്റ് ത്രില്ലർ ഡ്രാമ എന്നും പറയാം. നല്ല രീതിയിൽ സീരിയസ് ആയിട്ടുള്ള എലമെന്റ്സും ഉണ്ട്. ഞാൻ ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അവരുടെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ കണ്ടതാണ്. അപ്പോൾ സിനിമയെ പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ഒരു രക്ഷയില്ല. നമ്മുടെ അശ്വിൻ ഗോഗൊക്കെ കുറെ നെഗറ്റീവ് റിവ്യൂ ഒക്കെ പറഞ്ഞു. പക്ഷേ സിനിമ എന്ന് പറയുന്നത് കുറെ പേരുടെ ഇൻസ്പിറേഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ റാംജി റാവ് സ്പീക്കിംഗ്, മർണായി സ്പീക്കിംഗ്, അങ്ങനെ ഒരുപാട് സിനിമകളുടെ ഒരു ടോൺ BGM ഇതിൽ യൂസ് ചെയ്യപ്പെട്ട പോലെ തോന്നി. അത് സിനിമയ്ക്ക് ബാധിക്കയില്ല. കാരണം നല്ല രീതിയിലുള്ള BGM-ഉം നല്ല സൗണ്ട് ക്വാളിറ്റിയും വിഷ്വൽ എഫക്ട്സും കൊണ്ട് സിനിമ വർക്കൗട്ടായി പോയിട്ടുണ്ട്. കാരണം ബേസിൽ ജോസഫിന്റെ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള റിച്ച് മാൻ ആയിട്ടാണ് ബേസിൽ ജോസഫ് വരുന്നത്. പിന്നെ നിഖില വിമൽ അഭിനയിക്കുന്നുണ്ട്. ബേസിൽ ജോസഫിന്റെ ഭാര്യ വേഷം കൈകാര്യം ചെയ്യുന്നത് നിഖില വിമൽ ആണ്. പിന്നെ ലെന ചേച്ചി അമ്മ വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഇടിയൻ ചന്തുവിലും അമ്മ വേഷം ചെയ്തിരുന്നു. അപ്പോ ഈ നമ്മുടെ നുണക്കുഴി സിനിമയിലും നമ്മുടെ ബേസിലിന്റെ അമ്മയായിട്ട് വന്നിരിക്കുന്നു. നല്ല ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. നമ്മുടെ ഹലോ ദുബായ്ക്കാരൻ സിനിമയുടെ സംവിധായകർ ഈ സിനിമയിൽ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് എൻഗേജിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം ചിരിച്ച് വിഷമങ്ങൾ മറക്കാൻ പറ്റുന്ന സിനിമയാണ്. സോസികയുടെ ഒക്കെ അഭിനയം ഒരു രക്ഷയില്ല. സൈജു കുറുപ്പാണെങ്കിലും ബേസിൽ ജോസഫ് ആണെങ്കിലും മനോജ് കെ ജയന്റെ അതിഗംഭീരമായിട്ടുള്ള വേഷമുണ്ട്. പിന്നെ അൽത്താഫ്, പിന്നെ നമ്മുടെ പണ്ടത്തെ താരം സന്തോഷ് ചേട്ടനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സന്തോഷ് ചേട്ടൻ. അപ്പോ നല്ല രീതിയിൽ അഭിനയ പ്രാധാന്യമുള്ള ഒരു ബേസിൽ ജോസഫിന്റെ സിനിമയാണ്. ബൈജു സന്തോഷ് ചേട്ടന്റെ പോലീസ് വേഷം ഗംഭീരമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ അസീസ് നെടുമങ്ങാട് അഭിനയിച്ച സിനിമ കൂടിയാണ് ഈ നുണക്കുഴി. പോലീസ് സ്റ്റേഷനിൽ അസീസ് നെടുമങ്ങാടും ജീവിതത്തിൽ നമുക്ക് കുറെ വിഷമങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു റിലീഫായി മാറും. അതൊക്കെ എല്ലാ പ്രശ്നങ്ങളും മാറുന്ന ഒരു സിനിമ തന്നെയാണ് നുണക്കുഴി എന്ന സിനിമ. നുണ പറയുന്ന രീതിയും ഒരു ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചുള്ള സംഭവങ്ങൾ തുടർന്നുണ്ടാകുന്ന രസകരമായിട്ടുള്ള ഒരു നൈറ്റ് ലൈഫ്, കാർ ചേസിങ് എല്ലാം കൊണ്ടും തന്നെ വർക്കൗട്ടായി പോകുന്ന ഒരു കോമഡി എൻഗേജിങ് ത്രില്ലർ ഡ്രാമയാണ്. തമാശകളുടെ പൊട്ടിച്ചെറിയാണ്. ബേസിൽ ജോസഫിന്റെ ഒക്കെ ഒരു ഹോസ്പിറ്റൽ സീക്വൻസ് ഒക്കെ ഉണ്ട് ഗ്രേസ് ആയിട്ടുള്ള. അപ്പൊ അതൊക്കെ വർക്കൗട്ടായി പോയിട്ടുണ്ട്. എന്തുകൊണ്ട് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് നുണക്കുഴി. ജിത്തു ജോസഫിന്റെ കരിയറിൽ തന്നെ മികച്ചൊരു കോമഡി സിനിമ. മൈ ബോസ് എന്ന സിനിമയ്ക്കും മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡിക്കും ശേഷം നല്ലൊരു കോമഡി സിനിമയാണ്. ജിത്തു ജോസഫിന്റെ കരിയർ ബെസ്റ്റ് സിനിമയാണ്. അലിൻ ജോസ് പെരേര റേറ്റിംഗ് കൊടുക്കുന്നു 5-ൽ 5 മാർക്ക്.